ട്രേഡിങ് പോലും നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ട്രേഡിംഗ് സൈക്കോളജി എങ്ങനെയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നത്? മേ ബി ഇൻ ഫ്യൂച്ചർ ട്രേഡിംഗ് സൈക്കോളജി ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വന്നേക്കാം. ഇപ്പോൾ ട്രേഡിംഗ് പഠിക്കാനായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, പക്ഷെ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ഒരു ഈവെന്റിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഒരുപാട് ആളുകൾ ട്രേഡിംഗ് സൈക്കോളജിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്കൊരു 80% ട്രേഡിംഗ് സൈക്കോളജിയും ഒരു 20% മാത്രമാണ് നമ്മളെ ടെക്നിക്കൽ വർക്ക് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ലോസ് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവോ അല്ലെങ്കിൽ ലോസ് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയോ നമുക്കില്ല. എവിടെയാണ് നമ്മൾ ഈ ഇതിൽ നിന്ന് അടിയറവ് പറഞ്ഞ് മാറിപ്പോകേണ്ടതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു ട്രേഡിങ്ങിൽ ലോങ് റണ്ണിൽ നോക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആവാത്തത്. നമ്മൾ മോശക്കാരായ ട്രേഡേഴ്സ് ഒന്നല്ല, നമ്മൾ നല്ല ട്രേഡേഴ്സാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചോ. നമ്മുടെ ഒരുപാട് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ വ്യൂ എല്ലാം തന്നെ കറക്റ്റാണ്, പക്ഷെ ഏതോ ഒരു ട്രേഡിൽ നമ്മൾ വലിയ തോതിലുള്ള ലോസ് ബുക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കലണ്ടറിൽ നമ്മൾ വലിയ തോതിൽ ലോസായി. ബെസ്റ്റ് ലൂസേഴ്സ് വിൻ. ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റി നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബുക്കാണിത്. ഇതിന്റെ ഓതർ ടോം ഹോങ്കാർഡാണ്. ഈ ഒരു ബുക്ക് ഇദ്ദേഹം എഴുതിയത് വെറുതെ എഴുതിയതല്ല. ഏകദേശം ഒരു വിന്നിങ് റേറ്റ് 60% വിന്നിങ് റേറ്റ് ഉള്ള 25,000 ട്രേഡേഴ്സിന്റെ ട്രേഡ് ഇദ്ദേഹം അനലൈസ് ചെയ്തു. 1-2 ട്രേഡ് അല്ല, ഏകദേശം 4.5 കോടി ട്രേഡ് ഇദ്ദേഹം അനലൈസ് ചെയ്തു. അനലൈസ് ചെയ്തതിനു ശേഷം ഇദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി, അല്ലെങ്കിൽ ഈ ഒരു പഠനത്തിന്റെ ഈ ഒരു റിസർച്ചിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഇവരെല്ലാ ആൾക്കാരും ലോങ് റണ്ണിൽ ലൂസാ വരുത്തിയിരിക്കുന്നത്, നഷ്ടം വരുത്തിയിരിക്കുന്നത്. കാരണം എന്താ? കാര്യം ശരിയാണ്, ഇവര് എടുക്കുന്ന ട്രേഡ്, അതായത് ഒരു 10 ട്രേഡ് എടുക്കുകയാണെങ്കിൽ 6 ട്രേഡും പ്രോഫിറ്റബിൾ ആക്കാൻ ശേഷിയുള്ള ആളുകളുടെ ട്രേഡാണ് അനലൈസ് ചെയ്തത്. 10 ട്രേഡ് എടുത്തവർ 6 ട്രേഡ് വരുന്ന പ്രോഫിറ്റബിളാ. പക്ഷെ ഇവരൊരു 4 ട്രേഡ് ലോസ് വരുത്തല്ലോ. ഈ 4 ട്രേഡ് ലോസ് വരുത്തുന്നത് ഈ 6 ട്രേഡിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് അവർ ലോങ് റണ്ണിൽ എന്തായി? ലൂസേഴ്സായി. നമ്മളുടെയും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. നമ്മൾ മിടുക്കന്മാരാണ്, നമ്മുടെ ട്രേഡ് എല്ലാം തന്നെ അടിപൊളിയാണ്. കാര്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് ട്രേഡേഴ്സിന് ഇതുപോലെയുള്ള ഈവെന്റുകളിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം തന്നെ ജേണൽസ് എല്ലാം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ ചോദിക്കുമ്പോൾ അവരെല്ലാ ആൾക്കാരും എടുത്തിരിക്കുന്ന ട്രേഡ്, അവരുടെ വ്യൂ എന്ന് പറയുന്നത് മോശം വ്യൂ ഒന്നുമല്ല, നല്ല വ്യൂ ആണ്. പക്ഷെ അവരുടെ ലോസ് ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ബുക്ക് പറഞ്ഞിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കണം. പ്രോഫിറ്റ് മാനേജ് ചെയ്യാൻ നമ്മൾ വളരെ മിടുക്കന്മാരാണ്. ലോസ് മാനേജ് ചെയ്യാൻ പഠിച്ചാൽ നമുക്കിതൊരു ബിസിനസ് പോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ട്രേഡിംഗ് ഒരു ബിസിനസ് അല്ലേ? ട്രേഡിംഗ് ഒരു ബിസിനസ് ആക്കണം കേട്ടോ. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ബിസിനസ്സിൽ നമുക്ക് ചെലവുകൾ കുറവായിരിക്കണം, വരവ് കൂടുതലായിരിക്കണം, ചെലവ് കുറവായിരിക്കണം, നഷ്ടം ഉണ്ടാവരുത്. ട്രേഡിംഗ് ഒരു ബിസിനസ് ആണെങ്കിൽ നമുക്ക് നഷ്ടം കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി വേണം. നമ്മുടെ എല്ലാ ആൾക്കാരും ട്രേഡിംഗ് ലൈഫിൽ ഏതോ ഒരു കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ എന്തോ വലിയൊരു ലോസ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലോസ് കാരണമാണ് നമുക്ക് ഈ ഒരു ലോങ് റണ്ണിൽ ഇതൊരു ബിസിനസ് പോലെ ഒരു പ്രോഫിറ്റബിൾ ആവാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഇവിടുന്ന് ഞാൻ സ്കൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇതിന്റെ പരിഹാരം ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇതിന്റെ ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇതിനു മുമ്പ് എനിക്ക് സംസാരിച്ച ഒരു വ്യക്തി വളരെ നല്ല സെക്ഷൻ ആയിരുന്നു. ട്രേഡിംഗ് ജേണലൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ട്രേഡിംഗ് ജേണൽ അത് ഇതിന്റെ ഒരു ഭാഗമാണ്. ഞാൻ അതിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ട്രേഡിംഗ് ജേണൽ എഴുതുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ചെയ്യുന്നത് വളരെ ബെനിഫിഷ്യൽ ആണ്. പക്ഷെ നമുക്കൊരു മൊബൈലില് നമുക്ക് ചാർജ് ചെയ്യാൻ പോലും മറക്കുന്ന നമ്മളൊരു എല്ലാ ദിവസവും ട്രേഡിംഗ് ജേണൽ എഴുതുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ ആവില്ല. പക്ഷെ അതിനൊരു സൂത്രമുണ്ട്. ആ സൂത്രം ഞാൻ ഇതിൽ പറഞ്ഞുതരാം. അപ്പൊ എന്താ അടുത്തത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി, ഞാനത് അഡ്രസ് ചെയ്തു. ഈ ഒരു പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടി ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് നാളെ മുതൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ട്രേഡിംഗ് ലൈഫ് ഒന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ചിന്ത, ആ ചിന്തയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് വളർത്താനായിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ്. റെഡിയല്ലേ? അപ്പൊ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് നോക്കുകയാണ്. ഈ മണി ഫോക്കസ് അതല്ലെങ്കിൽ ട്രേഡ് സെറ്റപ്പ് ഫോക്കസ്, ഈ 2 മെത്തേഡാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ
നോക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡിലൂടെയാണ് ആളുകൾ, വളരെ സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മെത്തേഡിലൂടെയാണ് ആളുകൾ ട്രേഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും പറയും എനിക്ക് ഇന്നൊരു 1000 രൂപ പ്രോഫിറ്റ് വേണം. ഒരാളുടെ റിക്വയർമെൻറ്റാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ റിക്വയർമെൻറ്റാണ്. ചില ആളുകളുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് എനിക്കൊരു വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് നഷ്ടം നികത്തണം. ചില ആളുകൾക്ക് ഇതെനിക്കൊരു ജോബായിട്ട് ട്രീറ്റ് ചെയ്യണം, ഞാൻ ജോബ് റിസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഒരു ട്രേഡ് ചെയ്യുന്നത് മണി ഓറിയന്റഡ് ആയിട്ടാണ്. വേണം എന്നുള്ള ചിന്തയുടെ പുറത്താണ് ട്രേഡ് ചെയ്യുന്നത്. ട്രേഡ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പൈസ തന്നെയാണ്. അതിന് എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഒരാൾ പോലും എനിക്കൊരു സെറ്റപ്പ് ഉണ്ട്, ആ ഒരു സെറ്റപ്പ് വരുമ്പോൾ മാത്രം ഞാൻ ട്രേഡ് എടുക്കുള്ളൂ എന്ന് പറയാറില്ല, എന്ന് ചിന്തിക്കാറില്ല. ശരിയല്ലേ? എല്ലാവർക്കും ഒരു സെറ്റപ്പ് ഉണ്ടാവും, എല്ലാവരും മികച്ച ട്രേഡേഴ്സ് തന്നെയാണ്. പക്ഷെ എനിക്കൊരു സെറ്റപ്പ് ഉണ്ട്, ആ ഒരു സെറ്റപ്പ് മീറ്റ് ചെയ്താൽ മാത്രം ഞാൻ ട്രേഡ് എടുക്കുള്ളൂ എന്ന് ചിന്തിച്ചാൽ പൈസ വരില്ലേ? നേരെ മറിച്ച് എനിക്ക് ഒരു ദിവസം ഇത്ര പൈസ വേണമെന്ന് ചിന്തിച്ച് ട്രേഡ് ചെയ്താൽ പൈസ വരാനുള്ള സാധ്യത കുറവാണ്. കാരണം നമ്മൾ പൈസയാണ് മുൻനിർത്തി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക. നാളെ മുതൽ നമുക്ക് ട്രേഡിങ്ങിൽ നിന്ന് പൈസ വേണം എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. എല്ലാ ആൾക്കാരുടെയും ആവശ്യകത തന്നെയാണ്, അതിലെനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ നാളെ മുതൽ പൈസയെ മുൻനിർത്തി ട്രേഡ് ചെയ്യരുത്. മറിച്ച് നമുക്കൊരു സെറ്റപ്പ് നമ്മുടെ കയ്യിലുണ്ട്, ആ സെറ്റപ്പ് വരുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു സെറ്റപ്പ് വരുന്നു, ആ സെറ്റപ്പ് വരുമ്പോൾ മാത്രമാണ് ട്രേഡ്. അല്ലാതെ ഒരു ദിവസം ഇത്ര പൈസ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യരുത്. കൺക്ലൂഷൻ ഇതാണ്. സിമ്പിൾ അല്ലേ? ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ഞാൻ നടത്തിയിട്ടില്ലല്ലോ. പൈസയെ മുൻനിർത്തി ട്രേഡ് ചെയ്യരുത്, മറിച്ച് ഒരു സെറ്റപ്പിനെ മുൻനിർത്തി ട്രേഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? രണ്ടാമത്, ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക്, എനിക്ക് സമയം കുറവാണ് എങ്കിലും കുറച്ചും കൂടി ഞാനൊരു സ്റ്റോറി പറയാം. ഒരു 3 വർഷം മുമ്പ് മലയാളത്തിൽ മിമിക്രിയിലൂടെ വന്ന ഒരു പ്രധാന ആക്ടർ, ആ ഒരു ആക്ടറിന്റെ അടുത്ത് ഒരു അവസരം ചോദിച്ചൊരു പയ്യൻ വന്നേക്കാണ്. സിനിമയിൽ മനസ്സിലായല്ലോ അല്ലേ? മിമിക്രിയിലൂടെ വളരെയധികം കഷ്ടപ്പെട്ട് വന്ന് സിനിമയിലേക്ക് വന്ന ഒരു ആക്ടറിന്റെ, ഒരു ഹീറോയുടെ അടുത്ത് അവസരം ചോദിച്ചൊരു പയ്യൻ വന്നേക്കാണ്. അപ്പൊ ആക്ടർ പയ്യന്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ സിനിമയിലേക്ക് വരുന്നത്? പയ്യൻ വളരെ നിഷ്കളങ്കനാണ്. പുള്ളി പറയാണ്, എനിക്ക് ഫെയിം വേണം, കാശ് വേണം എന്ന് പറയുമ്പോൾ ഈ ഒരു ആക്ടർ പറയാണ്, എന്നാൽ നീ സിനിമയിലേക്ക് വരണ്ട, കാരണം സിനിമയിലേക്ക് വരാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എനിക്ക് ഇല്ല എന്ന് മറുപടി പറയാണ്. ഇതൊരു വീഡിയോ ഉണ്ടോ? ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റുകളെല്ലാം തന്നെ ഈ ഒരു ആക്ടറിനെ കുറ്റപ്പെടുത്തിയ ആളുകളൊക്കെ പറയാണ്, നീ പണ്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തല്ലേ സിനിമയിലേക്ക് വന്നത്, സിനിമയിൽ വന്ന് വളരെ സ്റ്റാർ ആയതിനു ശേഷം ഒരാൾ അവസരം ചോദിച്ചു വന്നപ്പോൾ ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത് എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് ആ വീഡിയോയുടെ താഴെ ഫുള്ള് വന്നിട്ടുള്ളത്. പക്ഷെ ഇന്ന് ആ വീഡിയോ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ആ ആക്ടർ പറഞ്ഞിട്ടുള്ളത് ശരിയല്ലേ? കാരണം മലയാള സിനിമയിൽ ഇപ്പോൾ മുഖം കൊണ്ടല്ല, ആളുകൾ കണ്ണുകൊണ്ടും കൈകൊണ്ടും വിരലുകൊണ്ടും അഭിനയിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അഭിനയശേഷിയല്ലേ വേണ്ടത്? നല്ല രീതിയിൽ അഭിനയശേഷി ഉണ്ടെങ്കിൽ പണം പുറകെ വരും. കറക്റ്റ് അല്ലേ? അപ്പൊ ആക്ടർ പറഞ്ഞത് തെറ്റുണ്ടോ? തെറ്റില്ല. അതുപോലെ തന്നെ ട്രേഡിങ്ങില്ല. അപ്പൊ ഞാനിപ്പോ പറയാണ്, ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ മണി ഓറിയന്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യരുത്, നിങ്ങൾ സെറ്റപ്പ് ഓറിയന്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാവും. നിങ്ങൾ പൈസക്ക് വേണ്ടിയല്ലേ ട്രേഡ് ചെയ്യുന്നത്? പൈസക്ക് വേണ്ടിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ നമുക്കൊരു സെറ്റപ്പ് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്താൽ പൈസ നമ്മുടെ പുറകെ വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാരാംശം. എക്സാമ്പിൾ ക്ലിയർ അല്ലേ? രണ്ടാമത്തെ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് 1, 2, 3 വട്ടം ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ മലയാളികളാണ്. നമ്മളൊരു 5 രൂപക്ക് ഒരു പേന വാങ്ങുന്ന സമയത്ത് ഇത് തെളിയുന്നുണ്ടോ എന്നുള്ളത് രീതിയിൽ നമ്മൾ പല പ്രാവശ്യം എഴുതി നോക്കിയിട്ടാണ് നമ്മളൊരു പേന വാങ്ങുന്നതെങ്കിൽ 50,000 രൂപ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഈ ഒരു ചിന്തയൊന്നും നമ്മുടെ കയ്യിലില്ല. ആരോ പറഞ്ഞ കേട്ടാണ് നമ്മൾ പല സമയങ്ങളിലും സ്റ്റോക്ക് വാങ്ങാറ്, അല്ലെങ്കിൽ പൊസിഷൻസ് എല്ലാം തന്നെ എടുക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോളജിന്റെ കുറവ് നമ്മൾ ആദ്യം അംഗീകരിച്ചിട്ട് അതൊന്ന് കൂട്ടാനായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. അതിഭീകരമായിട്ട് വേണ്ടെന്നേ. നമ്മൾ ഒരു ആഴ്ചയിൽ നമുക്ക് പഠിക്കാനായിട്ട് ഒരു ഹാഫ് അവർ കൊടുത്താൽ നന്നായിരിക്കും. കാരണം ട്രേഡിങ് നമ്മളൊരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് പോകാണ്, ഇതിലൂടെ പൈസ സമ്പാദിക്കാനായിട്ട് പോകാണ്. ട്രേഡിങ്ങിലൂടെ പൈസ കിട്ടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഇല്ല എന്ന് എനിക്കറിയാം. കാരണം ഇവിടെ നമുക്ക് സ്കിൽ മേക്സ് മണിയാണ്. ശരിയല്ലേ? ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും ഓൾമോസ്റ്റ് സെയിം ആണ്. സ്കില്ലാണ് നമുക്ക് പൈസ ഉണ്ടാക്കി തരുന്നത്.
സ്കിൽ മേക്സ് മണി. വേറെ രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം ട്രേഡിങ്ങിലൂടെ. മണി മേക്സ് മണി. ഓപ്ഷൻ സെല്ലൊക്കെ വേണമെങ്കിൽ നമുക്ക് മണി മേക്സ് മണി എന്നുള്ള രീതിയിലൊക്കെ മാറ്റാം. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പ്ലെഡ്ജ് ചെയ്തതിനു ശേഷം നമുക്ക് ആ കൊളാട്രൽ കൊണ്ട് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. പക്ഷെ അതിനൊക്കെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം. അതുകൊണ്ട് ഭൂരിഭാഗം ആളുകൾ ചെയ്യുന്നത് സ്കിൽ മേക്സ് മണിയാണ്. അപ്പൊ ആ സ്കില്ല് ഉയർത്താനായിട്ടുള്ള എന്തെങ്കിലും ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ വീക്കിലി ഒരു കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. രണ്ടാമത് നമ്മളൊരു ട്രേഡർ എന്ന രീതിയിൽ നമ്മൾ വളരെയധികം പ്രൗഡായിരിക്കണം. കഴിഞ്ഞ ദിവസം ട്രംപ് ഗ്രീൻലാൻഡ് അക്വിസിഷൻ, അതിനുശേഷം എഞ്ചിനീയറിന്റെയോ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരൊക്കെ വളരെ കൂളായിട്ടാണ് ജോബ് ചെയ്യുന്നത് അല്ലേ? ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ആരെ ബാധിക്കുന്നത്? നമ്മളെ ബാധിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ വളരെയധികം പ്രൗഡായിട്ട് ട്രേഡ് ചെയ്യുക, വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്കിതൊരു ജോലിയാണ്. അപ്പൊ ആ ഒരു റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരാം. എല്ലാ ദിവസവും നിങ്ങൾ ജേണൽ എഴുതണ്ട, മറിച്ച് നിങ്ങൾ ഈ ഒരു കാര്യം എഴുതിയാൽ മതി: ഞാൻ എൻ്റെ ട്രേഡ് സെറ്റപ്പ് വരുമ്പോൾ മാത്രമാണ് ട്രേഡ് എടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം എഴുതാം. ഒരു വൈറ്റ് പേപ്പറിൽ എഴുതാം. നമ്മൾ ട്രേഡ് ചെയ്യുന്ന നമ്മളുടെ ആ ഒരു ഡ്രോവറിൽ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് പറയുമ്പോൾ, നമ്മൾ മനസ്സിൽ പല തീരുമാനങ്ങളും എഴുതിയിട്ടാലും അത് പാലിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ടല്ലേ ബസ്സിലൊക്കെ കയ്യും തലയും പുറത്തിടരുത്, ഇവിടെ ചപ്പ് ചറലും ഇടരുത് എന്നൊക്കെ പറയേണ്ട കാര്യം എന്താ? ആളുകൾക്ക് അറിയാതെ തെറ്റാണെന്ന്. എങ്കിൽ കൂടിയും ഒരു സ്ഥലത്ത് എഴുതി വെക്കുമ്പോൾ നമ്മളുടെ ഇന്നർ മൈൻഡ് കുറച്ചും കൂടി ഒന്ന് അലാമിങ് ആവും. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ജേണൽ എഴുതാൻ മടിയന്മാർ വേണമെങ്കിൽ നിങ്ങളോട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യും. എന്താ കോൺട്രാക്ട്? ഞാൻ എൻ്റെ ട്രേഡ് സെറ്റപ്പ് വരുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുകയുള്ളൂ, ഞാൻ എൻ്റെ ട്രേഡ് സെറ്റപ്പ് വരാത്ത സാഹചര്യത്തിൽ ട്രേഡ് ചെയ്യില്ല എന്ന് നിങ്ങൾ മലയാളത്തിൽ വ്യക്തമായിട്ട് എഴുതി അത് മടക്കി വെച്ചാൽ നമുക്കതൊരു വീണ്ടും നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്കതൊരു നമ്മളെ ഇന്നർ മൈൻഡിൽ നമുക്ക് വീണ്ടും അത് റിമൈൻഡർ ആയിട്ട് വരും. ഇത് വളരെയധികം ഗുണം ചെയ്തിട്ടുള്ളത്. അത് ഞാൻ കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല, നേരത്തെ ഞാൻ ബുക്ക് കാണിച്ചു തന്നില്ലേ? അതുപോലെ തന്നെ പല ഈ ലോകത്തിൽ തന്നെ വളരെ വിജയിച്ച ആളുകൾ അവരെന്തുകൊണ്ട് വിജയിച്ചു എന്നുള്ള രീതിയിൽ റിസർച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സൂത്രങ്ങൾ ചെയ്തിട്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത്. അല്ലാതെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വിജയിക്കാനായിട്ട് വേണ്ട. ഇനി രണ്ടാമത്, ഇത് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവാം. ഞാൻ പറയുന്നത് എല്ലാം തന്നെ ശരി എന്നുള്ള രീതിയിലേക്കൊന്നും അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ PNL എല്ലാം തന്നെ വളരെ വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടാൽ ഇതിൻ്റെ പ്രശ്നം, നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആ ഒരു ആക്ച്വൽ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് ബാഹ്യമായിട്ടുള്ള സന്തോഷത്തിൽ ഊന്നി നമ്മൾ ട്രേഡ് ചെയ്തപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രോഫിറ്റ് നമ്മൾ വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾ അത് കൃത്യമായിട്ട് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമ്മളൊരു സ്റ്റാറ്റസ് ഇടുമ്പോൾ അതിൽ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തേക്കാം. നമ്മൾ പ്രോഫിറ്റ് എടുക്കുമ്പോൾ നമ്മൾ അടുത്ത ദിവസം നമ്മൾ പ്രോഫിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ബാഹ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള സന്തോഷത്തിന് നമ്മൾ ഊന്നൽ നൽകി നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ PNL നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട, അതുപോലെ തന്നെ നിങ്ങളുടെ ലോസിൽ നിങ്ങൾ സ്റ്റക്കാവുകയും ചെയ്യേണ്ട. കാരണം ലോസും ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് ലോസും പ്രോഫിറ്റും ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോസും നിങ്ങൾ ലോസിൽ ഊന്നി ഡൗൺ ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. ഒരു ലോസ് വന്നോ, ഓക്കെ പോട്ടെ, ഒരു ബ്രേക്ക് എടുക്കുക, അതിനുശേഷം വീണ്ടും ഒരു ഹാഫ് ആൻ അവർ വന്നതിന് ശേഷം അടുത്ത ട്രേഡ് എടുക്കുക. അല്ലാതെ ഒരു ലോസ് വന്നാൽ വെരി നെക്സ്റ്റ് ട്രേഡ് അപ്പം തന്നെ എടുക്കരുത് കേട്ടോ. വെരി നെക്സ്റ്റ് ട്രേഡ് അപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ ആദ്യ ട്രേഡിലുണ്ടായ ലോസിനേക്കാൾ കൂടുതൽ ലോസ് രണ്ടാമത്തെ ട്രേഡിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു ലോസ് ഉണ്ടായാൽ ഒരിക്കലും മാനസികമായിട്ട് തളരരുത്. ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും തിരികെ വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു റോണ്ട ബൈൻ എഴുതിയ ഒരു ബുക്കാണ്. വളരെ ഫേമസ് ആണ് അല്ലേ? സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇതിൽ എത്ര പേര് വായിച്ചിട്ടുണ്ട് ഈ ഒരു ബുക്ക്? വളരെ ഫേമസ് ബുക്കാണ്, എല്ലാ ആൾക്കാരും വായിച്ചിട്ടുണ്ടാവും മിക്കവാറും. ഇതിൻ്റെ ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മണി എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. നമുക്ക് ട്രേഡ് ചെയ്ത് ആ ഒരു എനർജി നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായേ തീരും. ഇവിടെ ട്രേഡിങ്ങിലൂടെ വളരെ വലിയ തോതിൽ വിജയിച്ച ആളുകളെല്ലാം തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം. അവർ വളരെയധികം ഓവർ ടോക്കറ്റീവായ ആളുകളല്ല.
വളരെ കാമായി വളരെ ഹംബിളായ ആളുകളാണ് ട്രേഡിങ്ങിൽ മാത്രമല്ല എല്ലാ ബിസിനസ്സിലും വിജയിച്ച ആളുകൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളിലേക്ക് പണം ആകർഷിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. പണം എന്ന് പറയുന്നത് ഒരു ചില്ലറ നോട്ടല്ല, ഇത് ഒരു എനർജിയാണ്. ഈ എനർജി സോഴ്സ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാമെന്ന് ചെയ്യുന്നത്. ഇങ്ങനെ ആകർഷിക്കപ്പെടണമെങ്കിൽ നമുക്ക് ഈ ഇത്തരത്തിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ പുലർത്തണം. ഇനി ഇതിനെയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസുകൾ, റിസ്ക് റിവാർഡ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഇനി വരുന്ന മെൻറ്റേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. 1:2 ആണ് നമ്മുടെ റിസ്ക് റിവാർഡ്, അല്ലാതെ 10:1 അല്ല. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ലോസ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ലോസ് വരുന്ന സമയത്ത് നമ്മൾ പാനിക് ആവാതെ അല്ലെങ്കിൽ ആകാതിരിക്കണമെങ്കിൽ നമ്മളൊരു ട്രേഡിങ്ങിൽ നിന്ന് വരുത്തുന്ന ലോസ് എത്രയാണെന്ന് ആദ്യമേ തന്നെ നമുക്ക് എന്ത് വേണം, ധാരണ വേണം. ശരിയല്ലേ? ഒരു ട്രേഡിങ്ങിൽ ഞാൻ നഷ്ടപ്പെടുത്തുന്ന ലോസ് എത്രയാണെന്ന് ഒരു ധാരണ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ലോസ് ബുക്ക് ചെയ്തെന്നല്ല. അതിനെന്താ പറയുന്നത്, നമ്മൾ SL ഹിറ്റ് ചെയ്യാന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? SL ഹിറ്റ് ചെയ്യാൻ അനുവദിച്ചോ, ലോസ് ബുക്ക് ചെയ്യാനായിട്ട് അനുവദിക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ്, ഈ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, നമ്മളോട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുക, നമ്മുടെ പ്രോഫിറ്റ് വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട് ബാഹ്യമായിട്ടുള്ള സന്തോഷത്തിൽ ഊന്നി നമ്മളെ ട്രേഡിംഗ് എന്ന് പറയുന്ന ആ ഒരു മെയിൻ കോർ ആയിട്ടുള്ള ആ ഒരു ആക്ഷനിൽ നിന്ന് മാറി വ്യതിചലിച്ച് ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നാളെ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ദോഷം ഉണ്ടാവുന്ന കാര്യങ്ങളാണോ? അത് ദോഷം ഉണ്ടാവുന്ന കാര്യങ്ങളല്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സന്തോഷം, നല്ലൊരു ക്രൗഡ്. ഇനി എനിക്ക് ശേഷം ഒരുപാട് ആളുകളോട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ശ്രദ്ധയോടെ കേൾക്കുക. നാളെ മുതൽ അത് നമ്മുടെ ട്രേഡിങ്ങിൽ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.